ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യാൻ പോയത് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിൽ പോയി അവിടെ പഠിത്തം കഴിഞ്ഞു ജോലി ചെയ്യുമായിരുന്നു ന്യൂസിലൻഡ് ഗവൺമെൻറ്റിൻ്റെ അക്രഡിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അവിടെ ഞാൻ ന്യൂസിലൻഡിലെ പാരിഷിലും ഡയസിസിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു, യൂത്ത് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേൾഡ് യൂത്തിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഇമെയിൽ വരുന്നത്, യു ആർ ഇൻവൈറ്റഡ് ടു ഹാവ് ലഞ്ച് വിത്ത് ഹോളി ഫാദർ പോപ്പ് ഫ്രാൻസിസ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 35 ലക്ഷത്തോളം ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്നൊരു കുറച്ച് ആൾക്കാരെ റാൻഡമായിട്ട് അവർ സെലക്ട് ചെയ്തതാണ്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അതിന് കിട്ടിയതൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് എനിക്കൊരു ആൻസർ ഇല്ല, ബട്ട് ഇറ്റ് വാസ് റാൻഡംലി സെലക്ട്. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ഒരു മാർപ്പാപ്പയെ മീറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് 12 പേരാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചിരുന്ന ഒരു 10,000-2,000 പേരൊക്കെ ഉള്ളൊരു വലിയൊരു ലഞ്ചായിരിക്കും. അങ്ങനെ ഒരു ഏകദേശം ഒരു 2.5 മണിക്കൂറോളം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ മീറ്റ് ചെയ്യാനൊരു അവസരം കിട്ടി. അപ്പം ലഞ്ച് കഴിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചു. അതാണ് അതിൻ്റെ പുറകിലത്തെ ഒരു സ്റ്റോറി. എലൈറ്റ് എന്നുള്ളൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ അത് മാർപ്പാപ്പയുടെ വാക്കുകളിൽ നിന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായിരുന്നു അന്ന് മാർപ്പാപ്പ പറഞ്ഞത്? പിന്നീട് എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയത്? ഓക്കെ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടു, ലഞ്ച് കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം എല്ലാ ആൾക്കാരുമായിട്ട്, ആ 12 പേരിൽ എല്ലാവരുമായിട്ട് ഒരു കുറച്ച് സമയം മാർപ്പാപ്പ പേഴ്സണലായിട്ട് സംസാരിച്ചു. ആ വീഡിയോയിൽ ഉണ്ടല്ലോ, ഞാനത് തൊട്ടടുത്തായിരുന്നത്. അപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ, ഇൻറ്ററാക്ട് ചെയ്യാനൊരു അവസരം കിട്ടിയത്. അപ്പോൾ എന്നോട് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് പറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യാശയും ചെറുപ്പക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിൽ ചെറുപ്പക്കാർ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു, സൂയിസൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡ്രഗ്സിനും ആൽക്കഹോളും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റഡ് ആകുന്നു, ഡിപ്രഷനിലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യാശയും കൊടുക്കുക എന്നുള്ളൊരു വലിയൊരു മെസ്സേജാണ് എനിക്ക് തന്നത്. ഞാൻ ആദ്യമേ ന്യൂസിലൻഡിൽ തിരിച്ചു വന്നു. അവിടെയുള്ള പാരിഷിലും ഡയസിസിലുകളിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഈ രാജ്യത്ത് അല്ല ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അങ്ങനെ ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. എലോയിറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ടോക്ക് സേഫ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയി കൗൺസിലിംഗ് കൊടുക്കുക. ഞങ്ങൾ സൈക്കോളജിസ്റ്റുമാരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്ത് അങ്ങനെ ഒത്തിരി സ്കൂളുകൾ, ഏകദേശം 30,000-ഓളം കുട്ടികളെ ഞങ്ങളങ്ങനെ കൗൺസിലിംഗ് കൊടുത്തു. അവരെ പല പല ഡ്രഗ്സിൻ്റെ അകത്തുനിന്നും ആൽക്കഹോളിൻ്റെ അകത്തുനിന്നും സെക്ഷൽ അബ്യൂസ് അങ്ങനെയുള്ള കാര്യത്തിൻ്റെ അകത്തുനിന്നും ഡിപ്രഷൻസ്, ആങ്സൈറ്റി, അതുപോലെ തന്നെ എക്സാം ഫിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ചും കൂടെ ഒന്ന് സ്പ്രെഡ് ആകണം. അങ്ങനെ ഞങ്ങളുടെ ബിസിനസ്, അപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ന്യൂസിലൻഡിൽ നിന്ന് ഞാൻ സമ്പാദിച്ച സേവിങ്സ് എല്ലാം തീർന്നായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എലോയിറ്റ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതും ദൈവത്തിൻ്റെ കൃപയാൽ വളരെ നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങളിപ്പം 10 കൊല്ലം സെലിബ്രേറ്റ് ചെയ്യുവാണ് ഈ കൊല്ലം. അപ്പം അങ്ങനെയാണ് ഈ കമ്പനികളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എലോയിറ്റ് ഇന്നോവേഷൻസിൻ്റെ സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളും എല്ലാം സ്കൂളുകളും കോളേജുകളും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ലോകം മുഴുവൻ ഏകദേശം 4 കോണ്ടിനെൻസിൽ അതായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചാരിറ്റി ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുശേഷം ഇപ്പം കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഞങ്ങൾ ബൈബിൾ ഓൺ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഏകദേശം 40ഓളം ഭാഷകളിൽ നമ്മുടെ ഹോളി ബൈബിൾ അവൈലബിൾ ആണ്. ഏകദേശം ഇപ്പം 2 ലക്ഷത്തോളം ആൾക്കാരത് ലോകം മുഴുവൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ വചനം കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു സൗഖ്യം കിട്ടുന്നു, അതുപോലെ പ്രത്യാശ ഉണ്ടാകുന്നു. അപ്പം ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യാശയും നമുക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിലൂടെ. ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻസ്പിറേഷനായ ഒരു വ്യക്തി കൂടിയായിരുന്നു മാർപ്പാപ്പ. അദ്ദേഹം വിടവാങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വേദനയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അതൊരു വലിയൊരു സങ്കടമാണ്. 2 ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് ആൾക്കാരോട് മിണ്ടാൻ പോലും ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ ഓഫീസിൻ്റെ ലോഞ്ച് ഇന്നലെ ആയിരുന്നു അത് വെച്ചിരുന്നത്. വലിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. നമ്മുടെ ആലഞ്ചേരി പിതാവൊക്കെ വന്ന് ബ്ലെസ് ചെയ്യുന്ന ഒരു വലിയൊരു സെറമണി ആയിരുന്നു. ഞങ്ങളതെല്ലാം കട്ട് ഡൗൺ ചെയ്തു. ഞങ്ങൾക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് മാറിയെന്നേ ഉള്ളതേ ഉള്ളൂ. ബട്ട് ഫങ്ഷൻസ്, സെലിബ്രേഷൻസ് എല്ലാം ഞങ്ങൾ കട്ട് ഡൗൺ ചെയ്തു. തന്നെ ഇരിക്കുമ്പോൾ എനിക്കത് പിന്നെ ഇപ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും അടുത്ത്, ഇപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വിഷമം ഉണ്ടെന്ന് പറയുന്നു. അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ. അപ്പോൾ ഇത്രയും സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാനും എൻ്റെ ലൈഫിനെ ഇത്രയും ഇൻസ്പയർ ചെയ്യാനും, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇല്ലായിരുന്നെങ്കിൽ എലോയിറ്റ് ഇന്നോവേഷൻസ് ഇത് ചിലപ്പം കാണത്തില്ല. ഞാനിപ്പോഴും ന്യൂസിലൻഡ് ഗവൺമെൻറ് സർവീസിലായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഇത്രയും പേഴ്സണലി ഇൻസ്പയർ ചെയ്ത ഒരാളുടെ ലൈഫിൽ ഇത്രയും ഇമ്പാക്റ്റ് കൊണ്ടുവന്ന ഒരാളുടെ വിയോഗം എന്ന് പറയുമ്പോഴത്തേനും എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ എല്ലാവർക്കും കടന്നു പോകേണ്ട ഒരു സമയമുണ്ട്. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ നല്ലൊരു മെസ്സേജാണ് ലോകത്തിന് തന്നേക്കുന്നത്. ജീവിതം കൊണ്ടും ഇവൻ അവസാനത്തെ ആ ഈസ്റ്റർ മെസ്സേജിലൂടെ എല്ലാം നല്ലൊരു മെസ്സേജാണ് നമുക്ക് തന്നേക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യാശയും അതെല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, പാവപ്പെട്ടവർക്കും എല്ലാവർക്കും
അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾക്ക് തന്ന ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്നതിന് മുമ്പ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്, നീ എത്രമാത്രം പൈസ ഉണ്ടാക്കുന്നു, നിൻ്റെ ജോബ് ടൈറ്റിൽ എന്തായിരുന്നെന്നോ, അല്ലെങ്കിൽ എത്ര കാർ ഉണ്ടായിരുന്നെന്നോ, എന്തുമാത്രം സാലറി ഉണ്ടായിരുന്നു, ഇതൊന്നും അല്ല ചോദിക്കാൻ പോകുന്നത്. ഞാൻ നിൻ്റെ മുമ്പിൽ പല സാഹചര്യത്തിൽ വന്നു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ പല സാഹചര്യത്തിലൂടെ നിൻ്റെ ഫ്രണ്ടിൽ വന്നു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റും. അപ്പം ഈ കൂടെയുള്ള സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തപ്പോൾ, സാധാരണ മനുഷ്യരായിട്ടൊരു ചെറിയ മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 35 തൊട്ടുള്ള വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്കും ദൈവപിതാവിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നൊരു സന്ദേശം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ട സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ടായിരുന്നു. അതിനെല്ലാം വളരെ നല്ല ഉത്തരങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നു. അതിനുശേഷം ഞങ്ങളെ ചിന്തിപ്പിച്ച്, ഞങ്ങളെ കരയിപ്പിച്ച് ഒരു 4 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഈ സമയത്ത് ലോകത്തിൻ്റെ പല സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കൊണ്ട് ആൾക്കാർ മരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്? ഇപ്പോഴും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് കൈയില്ലാതെ, കാലില്ലാതെ, കണ്ണില്ലാതെ, കേൾക്കാൻ പറ്റാതെ, അതുപോലെ പല മാരക രോഗങ്ങളോട് ഒത്തിരി ആൾക്കാർ സഫർ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല ആരോഗ്യമുണ്ട്? മൂന്നാമത്തെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട്? ഇപ്പോഴും എഴുതാനും വായിക്കാനും അറിയത്തില്ല ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുണ്ട്, എഴുതാനും വായിക്കാനും ഒന്നും അറിയാൻ മേലാത്ത. നാലാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എന്തുകൊണ്ട് ജീവിതത്തിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്? പക്ഷേ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആൾക്കാർക്ക് സ്വന്തമായിട്ട് ജീവിതത്തിലുള്ള ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല ആരോഗ്യമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്? ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനൊന്നും ഉത്തരം കൊടുക്കാനില്ല. ഏകദേശം ഒരു 40-45 മിനിറ്റ്, ഞാനിപ്പം പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, 45 മിനിറ്റോളം എടുത്താണ് ഈ 4 ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത്. എന്നിട്ട് ചോദ്യം ചോദിച്ചിട്ട് ഓരോരുത്തരുടെയും കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഒരു ഭയങ്കര ദുഃഖകരമായിട്ടൊരു എക്സ്പീരിയൻസ്. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങൾ ജീവിതം കൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവം നിങ്ങളെ വളരെ അധികം സ്നേഹിക്കുന്നു, വളരെ സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്നു. വളരെ സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഉള്ളത് ഇല്ലാത്തവർക്ക് പങ്കുവെക്കാനാണ് ഈശോ തരുന്ന മെസ്സേജ്. അതാണ് മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 35 തൊട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഞാൻ രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്താണ് എനിക്ക് ചെയ്തത്? നിങ്ങൾ എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നത്.